സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 8-ാം തിരുവചനം. ഇരുട്ട് നീങ്ങിപ്പോകുന്നു, സത്യവെളിച്ചം ഇതാ പ്രകാശിക്കുന്നു. ഇരുട്ട് നീങ്ങിപ്പോകുന്നു, സത്യവെളിച്ചം ഇതാ പ്രകാശിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ ഇരുട്ടും വെളിച്ചവും സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇരുട്ട് പാപത്തെ സൂചിപ്പിക്കുന്നു, വെളിച്ചം ദൈവത്തിൻ്റെ സത്യവചനത്തെ സൂചിപ്പിക്കുകയാണ്. ഇരുട്ടും വെളിച്ചവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ജീവനും മരണവും ഈ ഇരുട്ടിൻ്റെയും വെളിച്ചത്തിൻ്റെയും നിഴൽ രൂപങ്ങളാണ്. ഇരുൾ മരണത്തെയും പ്രകാശം ജീവനെയും സൂചിപ്പിക്കുന്നു. നാം ജീവനെ പ്രാപിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ജീവൻ നൽകുന്ന ദൈവം ആ ജീവൻ്റെ പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ദൈവപുത്രനായ യേശു ക്രിസ്തുവിലൂടെയാണ് ഈ ജീവൻ നമുക്ക് ലഭിക്കുന്നത്. ക്രിസ്തു യേശുവിൽ ദൈവം വെളിപ്പെടുത്തിയ ആ ജീവൻ്റെ പ്രകാശം ഓരോ മർത്യനും സ്വീകരിച്ചുകൊണ്ട് സമൃദ്ധിയായ ജീവൻ പ്രാപിക്കുവാൻ, നിത്യ ജീവനിലേക്ക് നടന്നെടുക്കുവാൻ മനുഷ്യൻ വിളിക്കപ്പെട്ടവരാണ്. ക്രിസ്തു യേശുവിലുള്ള ഈ ജീവൻ്റെ കൂട്ടായ്മയിലേക്കാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. ഇരുളിൽ വസിക്കുവാനല്ല, അഥവാ പാപത്തിൽ വസിക്കുവാനല്ല, പാപത്തിൻ്റെ സാന്നിധ്യം, കൂട്ടായ്മ ഉപേക്ഷിച്ച് ജീവൻ്റെ പ്രകാശത്തിലേക്ക്, ഇവിടെ നാം വായിച്ചു കേട്ട വചനപ്രകാരം സത്യ വെളിച്ചത്തിലേക്ക് നടന്നെടുക്കുന്ന അനുഭവം, ഇത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുന്ന ഒന്നാണ്. വെളിച്ചമായിരിക്കുന്ന ദൈവിക തേജസ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചമാണ് ദൈവമെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു. ആ വെളിച്ചം നാം സ്വീകരിക്കുകയും ആ വെളിച്ചം നമ്മെ നടത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ പ്രയാണം ആ സത്യ വെളിച്ചത്തിൻ്റെ നിത്യപ്രകാശത്തിലായിരിക്കും. ആ നിത്യ സത്യപ്രകാശം വെടിഞ്ഞ് നാം ഇരുളിൻ്റെ മാർഗത്തിൽ സഞ്ചരിച്ചാൽ ആ ഇരുളിൻ്റെ പര്യവസാനം നിത്യനരകമെന്നും വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ആ നിത്യനരകമെന്ന ആ അന്ധകാര ലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാനാണ് ലോകത്തിൻ്റെ വെളിച്ചമായി യേശു ഈ ഭൂമിയിൽ അവതരിച്ചത്. ആ യേശുവിനെ സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനും നിത്യജീവനെ
സ്വീകരിക്കുന്നു. ആ യേശുവിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്ന ഓരോ മനുഷ്യനും നിത്യജീവൻ്റെ പാതയിലേക്ക് നടന്നെടുക്കുന്നു. ആമേൻ.